I am VB Arun, life coach, mind power trainer and special parent motivator. Okay. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ള ഒരു ഇതിനാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം, എങ്ങനെ ഇരിക്കാൻ പറ്റും? നമ്മൾ ആദ്യം തന്നെ കുറ്റം പറച്ചിൽ നിർത്തുക. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ഇപ്പോൾ ആരെന്ത് ചെയ്തോട്ടെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്കിഷ്ടമുള്ള എല്ലാം എന്താ ചെയ്ത് അത് നമ്മൾ ലൈഫ് എൻജോയ് ചെയ്ത് നമുക്ക് ജീവിക്കാം. മറ്റുള്ളവരെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? ഇപ്പം അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പറയുന്നതിന് പകരം നമുക്കിഷ്ടമുള്ള വീഡിയോസ് കാണാം, നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, നമുക്കിഷ്ടമുള്ള അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ആനന്ദകരമാക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ പറയേണ്ടത്? നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയണം, സീരിയൽസ് നമ്മുടെ ലൈഫിൽ ഭയങ്കര മാറ്റമാണ് വരുത്തുന്നത്. നമ്മൾ സീരിയൽ കാണുമ്പോൾ ഇപ്പോഴല്ല കേട്ടോ, പണ്ട് ഞാൻ കാണുമായിരുന്നു സീരിയൽ. അത് കാണുമ്പോഴത്തേനും അവർ പറയുന്ന ആ നെഗറ്റീവ് എന്താ പറയുക വേർഡ്സൊക്കെ നമ്മുടെ മൈൻഡിൽ കയറിയിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സൊരു പിശാചിൻ്റെ മനസ്സ് പോലെ ആയി മാറുമായിരുന്നു. സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കപ്പോൾ എപ്പോഴും ഞാനിപ്പം സീരിയൽ എന്നുള്ളൊരു ഭാഗത്തോട്ട് കടക്കാറില്ല. ഞാനത് നോക്കത്ത് പോലും ഇല്ല. ഇപ്പോൾ ഏത് സീരിയലാണ് ഓടുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷെ പണ്ട് എനിക്കിതൊക്കെ അറിയായിരുന്നു. പക്ഷേ അപ്പം ഞാനിതാ പറയുന്നത്, നമ്മൾ സീരിയൽസ് കംപ്ലീറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. സീരിയൽസ് ഒഴിവാക്കിയാൽ നമുക്ക് മനസ്സമാധാനം കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സീരിയലിലാണെങ്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ട് കാണുന്നത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം അല്ലേ, അവിഹിത ബന്ധം, ഹസ്ബൻഡിന് വേറൊരാളുമായിട്ട്, വൈഫിന് വേറൊരാളുമായിട്ട്, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് എന്താ പറയുക ടോക്സിക് ആയിട്ടിരിക്കുക എപ്പോഴും. മനസ്സിലായോ? അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള സീരിയൽസ് നമ്മൾ ഒഴിവാക്കുക. അതിന് പകരം കോമഡി കാണുക, കോമഡി ഷോസ് കാണുക, കോമഡി ആയിട്ടുള്ള നല്ല ഫിലിംസ് കാണുക, അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ആരെയും കുറ്റം പറയരുത്. രണ്ടാമത് സീരിയൽസ് ഒഴിവാക്കുക. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത്, നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴത്തേനും നമ്മൾ അതിനെ ക്യാൻസൽ പറയുക. ഇപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എൻ്റെ എൻ്റെ മോളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം എന്തെങ്കിലും ആലോചിച്ചിട്ട് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴത്തേനും ഞാൻ ക്യാൻസൽ ആ ക്യാൻസൽ പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് മൈൻഡിനെ വെക്കുക. മനസ്സിലായി? നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പാടെ ഉപേക്ഷിക്കുക. നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിലോട്ട് കയറാൻ അനുവദിക്കുകയും ചെയ്യരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് മനോഭാവം സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞല്ലേ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞത്? കുറ്റം പറയാൻ പാടില്ല. രണ്ടാമത് സീരിയൽ കാണാൻ പാടില്ല. മൂന്നാമത് നെഗറ്റീവ് തോട്ട്സിനെ ക്യാൻസൽ പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് കളയുക. നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നാലാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൽ എന്താ ചിന്തകൾ വരും നമ്മളത് ശരിക്കും ആലോചിക്കുക. എന്ത് ചിന്തയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നതെന്നുള്ളത്. നല്ല ചിന്തകൾ മാത്രം നമ്മൾ മനസ്സിലോട്ട് എടുക്കുക. ചീത്ത ചിന്തകളെ അപ്പം തന്നെ ഒഴിവാക്കുക. നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിട്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അപ്പം തന്നെ നമുക്ക് ഈ നെഗറ്റീവ് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. ചിന്തകളെ നമ്മളെപ്പോഴും നിരീക്ഷിക്കുക. അഞ്ചാമത്തേതായിട്ട് നമ്മൾ ഫുൾ ഓഫ് ഹാപ്പിനെസ്സിലിരിക്കുക. 24/7 ഹാപ്പിനെസ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കൂ. എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിരിക്കും. നമ്മുടെ ഫേസിൽ തന്നെ അത് കാണാൻ കഴിയും. നല്ല സന്തോഷമുള്ള ആ ഒരു ഫേസ് കാണുമ്പം കണ്ണുകൾക്ക് എന്തൊരു തിളക്കം, നല്ല ഒരു എനർജി അല്ലേ? അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം വരും. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ആ ഗ്ലോ തന്നെ എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആണ്. ഫുൾ ഓഫ് ഹാപ്പിനെസ്സിലിരിക്കുന്ന ഒരാളും ഭയങ്കര സാഡ്നെസ്സിലിരിക്കുന്ന ഒരാളെ നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടാവുമെന്ന്. ഫുൾ ഓഫ് ഹാപ്പിനെസ്സിലിരിക്കുന്ന ആളുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിരിക്കും. നമ്മൾ ഹാപ്പിനെസ്സിലിരുന്നാൽ തന്നെ നമ്മുടെ ഭംഗി വർദ്ധിക്കും. നമ്മുടെ ഈ സൗന്ദര്യം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് നമ്മൾ ഫുൾ ഓഫ് ഹാപ്പിനെസ്സിലിരുന്നാൽ. അപ്പോൾ ഇതൊന്ന് പ്രാവർത്തികമാക്കൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കും. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പാലിച്ചാൽ നമ്മളെപ്പോഴും നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് മനോഭാവത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ
പ്രസ് ചെയ്യുക. താങ്ക് യു.